ഇന്നത്തെ വീഡിയോ വന്നിട്ട് PSC ഇതുവരെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ആൻസേഴ്സുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചാൾസ് W. സ്വീനി രണ്ടാം ലോക യുദ്ധവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറെ പിന്തുണച്ച നേതാവാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികനാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികനാണ്. നാലാമത്തെ ഓപ്ഷൻ പോൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാനെ പിന്തുണച്ച ഇറ്റാലിയൻ നേതാവാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് സി ആണ്. നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികനാണ് ഈ ചാൾസ് W. സ്വീനി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. നാഗസാക്കിയിൽ അമേരിക്കൻ ബോംബ് പ്രയോഗിച്ചത് 1945 ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം എന്നറിയപ്പെടുന്നു. നാഗസാക്കിയിൽ അമേരിക്ക പ്രയോഗിച്ച ആറ്റം ബോംബ് ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വൈമാനികനാണ് പോൾ W. ടിബറ്റ്സ്. ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബാണ് അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്ന യുറേനിയവും നാഗസാക്കിയിലാണെങ്കിൽ ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ് ഉപയോഗിച്ചത്. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചത്. രണ്ടാം ലോക യുദ്ധത്തിൽ ആദ്യം പരാജയം സമ്മതിച്ച രാജ്യമാണ് ഇറ്റലി. 1945 ഓഗസ്റ്റ് 14 ജപ്പാൻ പരാജയം സമ്മതിക്കുകയും രണ്ടാം ലോക യുദ്ധം അവസാനിക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതെന്നാണ്. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബൽഗ്രേഡ്, ഓപ്ഷൻ ബി കെയ്റോ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ബന്ധു. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബൽഗ്രേഡ് ആണ്. ബൽഗ്രേഡ്. അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. രാജ്യാന്തര ശക്തി ചേരികളിൽ ഒന്നും ഉൾപ്പെടുന്നില്ല എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം. 100-ലേറെ അംഗരാജ്യങ്ങളുള്ള ഈ പ്രസ്ഥാനം ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ഏറ്റവും അംഗസംഖ്യയുള്ള സർവ്വദേശീയ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗാമൽ അബ്ദുൽ നാസർ എന്നിവരുടെ ശ്രമഫലമായാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടത്. 1985 ഏപ്രിലിൽ ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിൽ ചേർന്ന ആഫ്രോ ഏഷ്യൻ സമ്മേളനത്തിലാണ് ചേരിചേരാ പ്രസ്ഥാന രൂപവൽക്കരണ ചർച്ചകൾ ശക്തി പ്രാപിച്ചത്. ശീതയുദ്ധകാലത്തെ പാശ്ചാത്യ പൗരസ്ത്യ തർക്കങ്ങളിൽ മധ്യസ്ഥരാകാൻ ഇത്തരമൊരു പ്രസ്ഥാനത്തിന് കഴിയുമെന്ന് പല നേതാക്കളും വിശ്വസിച്ചു. 1961 ജൂൺ 5 മുതൽ 12 വരെ യൂഗോസ്ലാവിയയിലെ ബൽഗ്രേഡിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഉച്ചകോടി നടന്നു. യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് ജോസിഫ് ടിറ്റോ ആണ് സമ്മേളനത്തിന് മുൻകൈയെടുത്തത്. ആദ്യ ഉച്ചകോടിയിൽ 25 രാജ്യങ്ങൾ പങ്കെടുത്തു. അപ്പം നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഉച്ചകോടിയിൽ 25 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വായിക്കാനാണ്. അതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി പുറത്തിറക്കിയ പേപ്പർ കറൻസി ആയിരുന്നു അസൈനാറ്റ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1789 ജൂലൈ 14 വിപ്ലവകാരികൾ ബാസ്റ്റൈൻ ജയിൽ തകർത്തു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1794 ജൂലൈ 28 റോബസ്പിയറെ വധിച്ചതിന് ശേഷമാണ് ഭീകരവാഴ്ച അവസാനിച്ചത്. ഇതിൽ റൈറ്റ് എന്ന് പറയുന്നത് 3 ആൻസറും റൈറ്റ് ആൻസർ ആണ്. 3ഉം കറക്റ്റായുള്ള ആൻസേഴ്സാണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നമുക്ക് നോക്കാം. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായി റോബസ്പിയറുടെ നേതൃത്വത്തിൽ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറബോ, ഡണ്ടൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചു. ഒട്ടേറെ പ്രഭുക്കന്മാരും പുരോഹിതരും ഈ ക്രൂരതയ്ക്ക് ഇരയായി. ഫ്രാൻസിലെ രാജാവ് ലൂയി 16 ഭാര്യ മേരി ആന്റോണിയറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബസ്പിയറും ഗില്ലറ്റിനിരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏതെന്നാണ്. ബന്ധമില്ലാത്ത ചലച്ചിത്രം 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തേത് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്, 2 ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, 3 ഗ്രാൻഡ് ഇലൂഷൻ, 4 കനാൽ. ഇതിൽ ബന്ധമില്ലാത്തത് ഗ്രാൻഡ് ഇലൂഷൻ ആണ്. ഓപ്ഷൻ സി ഗ്രാൻഡ് ഇലൂഷൻ ആണ് ബന്ധമില്ലാത്തത്. കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. ജീൻ റിനോയർ സംവിധാനം ചെയ്ത 1937 ചിത്രമാണ് ഗ്രാൻഡ് ഇലൂഷൻ.
ഫ്രഞ്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രമാണിത്. അപ്പം ഫ്രഞ്ച് വിപ്ലവവുമായി അല്ലെങ്കിൽ ഫ്രഞ്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഈ ഗ്രാൻഡ് ഇലൂഷൻ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ സംവിധാനം ചെയ്തത് ചാർലിൻ ചാപ്ലിൻ ആണ്. ദെൻ ഷിൻലേസ് ലിസ്റ്റ് സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പിൽബർഗ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച സംഭവം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തത് വെർഡൻ യുദ്ധം, 2 ജൂട്ട്ലാൻഡ് യുദ്ധം, 3 ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം, 4 മഞ്ചൂറിയ ആക്രമണം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് രണ്ടാം ലോക യുദ്ധത്തിന് ആരംഭം കുറിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധം. ഓക്കെ, 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. പോളണ്ട് ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികൾ 1939 സെപ്റ്റംബർ 3 ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾക്ക് ആയുധങ്ങൾ നൽകിയിരുന്ന രാജ്യമാണ് അമേരിക്ക. വേൾഡ് വാർ നടക്കുമ്പോൾ അവർക്ക് ആയുധങ്ങൾ കൈമാറിയിരുന്ന രാജ്യമാണ് അമേരിക്ക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ്. ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ട്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമുണ്ട്, റഷ്യൻ റവല്യൂഷൻ ഉണ്ട്, അമേരിക്കൻ റവല്യൂഷൻ ഉണ്ട്. അപ്പം നമുക്കറിയാമല്ലേ, ആദ്യം എവിടെയാണെന്ന് വെച്ചാൽ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ യുദ്ധമാണ് ആദ്യം നടക്കണം. ദെൻ രണ്ടാമത് നടക്കുന്നത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. മൂന്നാമത് ഫ്രഞ്ച് റവല്യൂഷൻ, നാലാമതാണ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. ഓപ്ഷൻ ഉണ്ട്. ആദ്യം 2 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് നടക്കുന്നത്, ദെൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ, ഏറ്റവും എൻഡിൽ റഷ്യൻ റവല്യൂഷൻ. അപ്പം നമുക്ക് അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. ബോർബൻ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണത്തിന് ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനും സാമ്പത്തിക സാമൂഹ്യ അസമത്വത്തിനുമെതിരെ 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹ്യ കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. 1688-1689 കാലഘട്ടത്തിൽ നടന്ന രക്തരഹിത അട്ടിമറിയായിരുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. 1917 റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. 1775-നും 1783-നും ഇടയിൽ സംഭവിച്ച കൊളോണിയൽ കലാപമായിരുന്നു അമേരിക്കൻ വിപ്ലവം. ആ ഒരു മെയിൻ കാലഘട്ടമാണ്. അത് ഇംഗ്ലണ്ടിലാണല്ലോ ആദ്യം നടന്നത്. അപ്പോൾ 1688 ടു 1689 കാലഘട്ടം. റഷ്യൻ റവല്യൂഷൻ 1917-ലാണ്. ദെൻ അമേരിക്കൻ റവല്യൂഷൻ 1775-നും 1783 ആ സമയത്താണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സംഭവങ്ങളെയും വ്യക്തികളെയും ചേരുംപടി ചേർക്കാനാണ്. നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവം ട്രോസ്കി, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം തോമസ് പെയിൻ, റഷ്യൻ വിപ്ലവം സൈമൺ ബൊളിവർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് ആരായിരിക്കും? തോമസ് പെയിൻ ആണ്. അതെ, തോമസ് പെയിൻ ആണ്. രണ്ടാമത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത് ആരായിരിക്കും? അത് വോൾട്ടയർ ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് വോൾട്ടയർ ആണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നമുക്കറിയാം, ആരായിരിക്കും? സൈമൺ ബൊളിവർ ആണ്. ദെൻ റഷ്യൻ റവല്യൂഷൻ നമുക്കറിയാം, ട്രോസ്കി ആണ്.